ഞാൻ കെസിയ തോട്ടം ടു തട്ട് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് അയില കിട്ടി കേട്ടോ. അപ്പോൾ അയിലയ്ക്ക് നല്ല വില കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലുണ്ട്. 2 കിലോ വാങ്ങിയേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് ഉണക്കമീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് വില കുറവിന് മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഉണക്കി വെക്കാറുണ്ട്. ഇതിപ്പോൾ അയിലയാണ്. കുറച്ച് മുൻപ് ഞാൻ ഇതുപോലെ ചാളയും ഉണക്കി വെച്ചിരുന്നു. അത് തീർന്നു. അപ്പോഴാണ് അയില നല്ല വില കുറവിന് പോകുന്നത് കണ്ടത്. അപ്പം എന്നാൽ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് 2 കിലോ വാങ്ങിച്ചു. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് ഉണക്കമീൻ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ മിക്കവർക്കും തന്നെ ഇഷ്ടമാണ് ഉണക്കമീൻ. പക്ഷേ ഈ ഉണക്കമീൻ എങ്ങനെയാണ് എത്ര വൃത്തികെട്ട സാഹചര്യത്തിലാണ് ഉണക്കി അത് നമ്മുടെയൊക്കെ ഇവിടുത്തെ കടകളിൽ എത്തുന്നതെന്നുള്ളത് പല പ്രാവശ്യം പല ന്യൂസ് ചാനലുകളും കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കാനായിട്ട് മിക്കവർക്കും ഇഷ്ടമല്ല. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് അല്ലേ. പക്ഷേ ഇത് നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുള്ളൂ കേട്ടോ. ഇതിന് ഈ ഉണക്കമീൻ ഉണ്ടാക്കാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല. ആ മീനൊന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതൊന്നും അങ്ങനെ വലിയ കാര്യമല്ല. ദേ കണ്ടോ, ഇതുപോലെ 2 കിലോ മീനാണ് വാങ്ങിയിട്ടുള്ളത്. 2 കിലോ മീൻ വെട്ടിക്കഴുകി നല്ല പോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഇതിൻ്റെ ഈ കുടലും അതുപോലെ തന്നെ ചെകിളപ്പൂക്കളും ഒക്കെ കളഞ്ഞു. ഇപ്പോൾ വേണമെങ്കിൽ തല മൊത്തമായിട്ട് കളയാം കേട്ടോ. അപ്പം ഞങ്ങളിതേ തല കളഞ്ഞിട്ടില്ല. ചെകിളപ്പൂക്കളും കുടലും ഒക്കെ കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതുപോലെ അരിപ്പ പോലെയുള്ള പാത്രത്തിലാണ് നമ്മൾ വെക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഒരു സ്റ്റീലിൻ്റെ ഇതുപോലത്തെ പാത്രമുണ്ട്. പക്ഷെ അത് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കിലോ മീനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ അരിപ്പ പോലെയുള്ള ഒരു കൊട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ കല്ലുപ്പാണ് ഇടേണ്ടത്. നല്ല പോലെ കല്ലുപ്പിടുക. കല്ലുപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഇതുപോലെ അയില അടുക്കി വെക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും കല്ലുപ്പിടുക. മീൻ കാണാത്ത പോലെ നല്ലപോലെ ഇടണം. അതിനൊട്ടും പിശുക്ക് വിചാരിക്കുകയേ ചെയ്യരുത്. നല്ലപോലെ കല്ലുപ്പിടണം. അതിൻ്റെ മുകളിൽ വീണ്ടും മീൻ നിരത്തുക, വീണ്ടും കല്ലുപ്പിടുക. അങ്ങനെ ഫുള്ള് ഇതിപ്പോൾ ഞാൻ 2 കിലോ ആണെന്ന് പറഞ്ഞല്ലോ. ഈ 2 കിലോ മീനും ഇതുപോലെ അടുക്കി അതിൻ്റെ മുകളിൽ കല്ലുപ്പിടുക, വീണ്ടും മീൻ ഇടുക. അങ്ങനെ ഇടവിട്ട് ഇട്ട് ഈ 2 കിലോ മീനും ഇതുപോലെ ഉപ്പിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. വെച്ച് മൂടി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് ഞാൻ ഈ അരിപ്പ പാത്രം വെക്കണേ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഈ കല്ലുപ്പുണ്ടല്ലോ അലിഞ്ഞ് വെള്ളം വരും. അപ്പോൾ ആ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അടിയിൽ ഈ പാത്രം വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇത് വൈകുന്നേരമാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ കൊട്ട പൊക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ കല്ലുപ്പ് അലിഞ്ഞ് വെള്ളം കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ വെള്ളം എടുത്ത് നിങ്ങൾ കളയണം. ഇല്ലെങ്കിൽ അതവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ട മണം വരും, ചീത്ത മണം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും നിങ്ങൾ ഇതൊന്ന് പൊക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം സ്റ്റോർ ചെയ്ത് കിടക്കണ കാണാം. ആ വെള്ളം നിങ്ങളെടുത്ത് കളയണം. അങ്ങനെ ഒരു 7 ദിവസമാണ് ഈ മീൻ ഞാൻ വെക്കണത്. ഇതുപോലെ മൂടി വെക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. മൂടിയാണ് വെക്കേണ്ടത്. അങ്ങനെ 7ാമത്തെ ദിവസം ഞാനിത് എടുക്കുന്നതാണ്. കണ്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ 7 ദിവസം കഴിയുമ്പോഴത്തേനും മീൻ ഇതുപോലെ കണ്ടോ നല്ല ഉണങ്ങി വിറകും കൊള്ളി പോലെയായിട്ട് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നണു? യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഇങ്ങനെ ചെയ്യാനായിട്ട്. ആ മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ ഇതിപ്പോൾ ഞാൻ 2 കിലോ വാങ്ങിച്ചിട്ടാണ്. ഇപ്പോൾ 1 കിലോ മീനൊക്കെ കഴുകി വൃത്തിയാക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക്. പിന്നെ ഇത്രയും നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണക്കമീനിന് ഒരു പ്രത്യേക ഒരു മണമുണ്ട് അല്ലേ. പക്ഷേ ഈ മീനിന് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കുന്ന മീനുണ്ടല്ലോ, ഒരു പ്രത്യേക മണമാണ്, പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ മീൻ. നല്ല പോലെ ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കണ്ടോ.
എന്നിട്ട് ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഞാനിതുപോലെ അടുക്കി പെറുക്കി ഇതേ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മീൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് എടുത്തിട്ട് ഒരു ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് അതിന് സൗകര്യമുള്ളവരാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ നല്ല പോലെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഉണക്കുകയും കൂടെ ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് ഇത് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക, പുറത്ത് വെക്കണ്ട. കാരണം ഈ 2 കിലോ മീനൊക്കെ നമ്മൾ ഉണക്കിയത് കുറച്ച് നാൾ കൊണ്ടായിരിക്കും തീരുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് വെക്കണ്ട. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പുറത്ത് വെക്കണ്ട. ഫ്രിഡ്ജിൽ ഇതുപോലെ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉണക്കമീൻ ഉണ്ടാക്കാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കടകളിൽ നിന്നൊന്നും ഉണക്കമീൻ വാങ്ങിക്കണ്ട. ഇതുപോലെ ഉണക്കമീൻ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും നമ്മൾ വാങ്ങി ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് നല്ല മീൻ നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.